അറിയപ്പെടുന്ന എഴുത്തുകാരനും കവിയും സാഹിത്യ മേഖലയിൽ അമർന്നു നിൽക്കുന്നതുമായ ശ്രീ തിരുമല ശിവൻകുട്ടി സാറാണ് ഇന്നത്തെ അതിഥി. സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ദീർഘകാലം ലൈബ്രറിയനായി പ്രവർത്തിച്ചു. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കവി എന്ന നിലയിലാണല്ലോ താങ്കൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യകാല രചനാനുഭവങ്ങളെ പറ്റി ഒന്ന് പറയാം. കവി എന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ ശ്രീവരാജത്തുള്ള മൃഗാംഗണയിൽ ചെന്നിരിക്കെ ആ അവസരത്തിൽ ശ്രീവരാജ സർവീസ് ഗ്രൂപ്പ് ലൈബ്രറിയിൽ ഒരു ലൈബ്രറി എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ലൈബ്രറിയനായി പോവുകയാണ് ചെയ്തത്. അവരാദ്യമായി പുറത്തിറക്കിയ കിരണങ്ങൾ എന്ന കയ്യെഴുത്ത് മാസികയിൽ കരമന ആറിനെ കുറിച്ചുള്ള ഒരു കവിത എഴുതിയാണ് ഞാൻ എൻ്റെ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയാം. അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉദ്ഭവിപ്പു അത്യഗാധമാമി നദി എന്ന് തുടങ്ങുന്ന 12 വരെയുള്ള ഒരു ചെറിയ കവിതയാണ് എൻ്റെ സാഹിത്യ രംഗത്തെ കാര്യം ആദ്യത്തെ തുടക്കം. എഴുത്തു വഴികളിൽ ആകാശവാണിയുടെ സ്വാധീനം എന്തായിരുന്നു? ആകാശവാണിയോടുള്ള ബന്ധം? ആകാശവാണിയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ബാലലോകം മുതലാണ് ഞാൻ ആകാശവാണിയുമായി അടുക്കുന്നത്. അക്കാലത്ത് വീരരാഘവൻ നായരായിരുന്നു റേഡിയോ അമ്മാവൻ. റേഡിയോ അമ്മാവൻ ആദ്യം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊരു നാടകം ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയും. അതിനകത്ത് ഒരു സേനാപതിയുടെ റോളെടുത്ത ഓർമ്മയാണ് എനിക്കുള്ളത്. അങ്ങനെ ബാലലോകം, പിന്നീട് അത് യുവലോകം, അത് കഴിഞ്ഞ് സാഹിത്യരംഗം, സർഗ കേരളം തുടങ്ങിയ പരിപാടികളിൽ ഇപ്പോഴും ബന്ധപ്പെട്ട് രചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ആദ്യ പുസ്തകത്തെ പറ്റി ഒന്ന് പറയാമോ? എത്ര പുസ്തകങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്? 28 പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം വീണയും വിരലും എന്ന ഒരു കാൽപ്പനിക കവിത. പിന്നെ കലപ്പ എന്ന് പറയുന്ന പുസ്തകം കലപ്പയും കർഷകനും എന്നുള്ള ഒരു വിവർത്തന കവിതയാണ്. അത് പിൽക്കാലത്ത് എഴുതിയതാണ്. ഈ എഴുത്തിനെല്ലാം തന്നെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയായി തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം കിട്ടാതെ വരികയും എന്നോടൊപ്പം കായിക ശേഷിയുള്ള പലരും പട്ടാളത്തിലും പോലീസിലും ജോലി കിട്ടിപ്പോവുകയും ചെയ്തു. എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മറ്റുള്ള തൊഴിലൊന്നും അന്വേഷിച്ച് പോകാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് അന്ന് എഴുത്തും വായനയുമായി ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് യഥാർത്ഥത്തിൽ എഴുത്തിൻ്റെ വഴികളിൽ 10 പേരെ അറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. പിന്നെ വായനശാല പ്രവർത്തനങ്ങളുമൊക്കെ ആയിരുന്നു എനിക്ക് പ്രചോദനം. വലിയവിടയിലുള്ള ശ്രീരാമ വിലാസ ഗ്രന്ഥശാലയിലും ഞാൻ അംഗമായിരുന്നിട്ടില്ലെങ്കിലും അവിടെ സ്വതന്ത്രമായി കടന്നു ചെന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ ദേവി ആർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു റേഡിയോ ക്ലബ്ബ് കുണ്ടോൺ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ സെക്രട്ടറിയായി ആ കാലത്ത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അങ്ങനെ 28 പുസ്തകങ്ങൾ എഴുതിയ വീണയും വിരലുമാണ് ആദ്യത്തെ. പിന്നെ ഇതുവരെ ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, കാര്യമായുള്ള ഒരു അംഗീകാരം കിട്ടാത്തത് കൊണ്ട് അതൊന്നും ഒരു അംഗീകാരമായി ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ സംഘടനകളും ഒക്കെ തന്നിട്ടുള്ള മെമന്റോകളും ആദരവുകളും ഒക്കെ ഒരു 10-50ഓളം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ വളരെ കാര്യമായി സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഗ്രന്ഥശാല സംഘം തിരുവനന്തപുരം ജില്ല നടത്തിയ ഒരു ലേഖന മത്സരത്തിൽ CV സാഹിത്യത്തെക്കുറിച്ച് എഴുതുകയും 1ാം സ്ഥാനം എനിക്കല്ല കിട്ടിയത്, 2ാം സ്ഥാനമാണ് എനിക്ക് കിട്ടിയത്. അത് ഒരു വലിയ സംഭവം, ഒരു വലിയ ലേഖന എഴുത്തിൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഞാൻ കരുതുന്നു. പിന്നീട് കിട്ടിയത് 20ാം പാർട്ടി സമ്മേളനം, CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ കവിതാ മത്സരത്തിൽ 3ാം സ്ഥാനം നേടാനുള്ള പാർട്ടി. ഇതെല്ലാമാണ് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ ചില മറക്കാനാവാത്ത അംഗീകാരങ്ങൾ. ഇതിലുപരി ഒരുപാട് ആൾക്കാരുടെ അഭിനന്ദനങ്ങൾക്ക് ഞാൻ പാത്രമായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ കത്ത്, എൻ്റെ ബാലസാഹിത്യ കൃതി വായിച്ചിട്ട് കിട്ടിയ ആ ഒരു കത്താണ് ഏറ്റവും വലിയ അവാർഡായി ഞാൻ കരുതുന്നത്. അതുകൂടാതെ പലരും രാജസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഒരാളിൻ്റെ ലളിതം ഗാന പരിപാടി ലളിത ഗാനം കേട്ടിട്ട് രാജസ്ഥാനിൽ ഇരുന്ന് സാറിൻ്റെ ഗാനം കേൾക്കാനിടയായി എന്ന് പറഞ്ഞുള്ള ഒരു ഉള്ളി കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം
അതാണ് ഏറ്റവും വലിയ അവാർഡായി ഞാൻ ഇപ്പോഴും കരുതുന്നത്. ഇന്നത്തെ അവാർഡുകളെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഏത് അവാർഡ് സമ്പാദിക്കാം, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രബലികളുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. താങ്കളുടെ എഴുത്തിന് സാമൂഹ്യ പരിഷ്കരണമുണ്ടോ? സാഹിത്യ രചനയിൽ താങ്കളുടെ നിലപാട് എന്താണ്? സാമൂഹ്യ പ്രതിബദ്ധതയും ദാർശനികമായ കാഴ്ചപ്പാടും അതുപോലെ എന്താണ് ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യാത്മകതയും ഇതൊക്കെ സാഹിത്യത്തിൻ്റെ ഒരേ വഴികളാണ്. എൻ്റെ എഴുത്തുകൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പഠിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സർട്ടിഫിക്കറ്റുകൾ പേര് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ലെന്നും പാടങ്ങൾ വിളഞ്ഞാൽ മാത്രമേ നമുക്ക് ആഹാരത്തിനുള്ള വഴി ഉണ്ടാകുകയുള്ളൂ എന്നും കാർഷികപരമായ ഒരു ചിന്ത എനിക്ക് അന്നുണ്ടായി. സ്വാശ്രയത്വമില്ലാത്ത ഒരു രാജ്യത്തിനും മുന്നോട്ടുള്ള പുരോഗതി ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൃഷിയിലൂടെ മാത്രമേ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, കാർഷിക വൃത്തിയിലൂടെ കിട്ടുന്ന നേട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ചധികം ഭൗതികമായ മേന്മകൾ ഉണ്ടാക്കിയതുകൊണ്ടോ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ എഴുത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. വായനാ സമൂഹത്തിന്റെ അഭിരുചി? വായനാ സമൂഹം വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കൃതി വായിക്കുന്ന ആൾക്കാരുണ്ട്. ദാർശനികതയാണ് അതിനെ മുഖമുദ്ര. പക്ഷെ സൗന്ദര്യാത്മകതയുണ്ട്. ഈ കുഞ്ഞിരാമൻ നായരെ പോലുള്ള കവികളുടെ സൗന്ദര്യാത്മകത, അത് കേരളത്തെ വർണ്ണിക്കുക, കേരളത്തിൻ്റെ ആഘോഷങ്ങളെ വർണ്ണിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് താല്പര്യമായ വായനക്കാരുണ്ട്. ഇതല്ലാതെ ഭൗതിക തലത്തിലുള്ള വായന ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. എൻ്റെ രചന അത്തരത്തിലൊന്നും ഇല്ലാതെ എനിക്ക് അഭിപ്രായം. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആ വിഷയങ്ങളെ ഒരു ദർപ്പണം പോലെ ഒപ്പിയെടുക്കുകയും അത് എൻ്റെ ഭാഷയിൽ ഞാനത് എഴുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാമൂഹ്യ പ്രതിബദ്ധത തീർച്ചയായിട്ടും എൻ്റെ രചനകൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, വിജ്ഞാന കൈരളി, ഗ്രന്ഥലോകം എന്നീ മാസികകളിലൂടെ നിരൂപണ രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? വിജ്ഞാന കൈരളിയിലെ ലേഖനങ്ങൾ വന്നപ്പോഴാണ് ഈ അക്കാഡമി നിലവാരം ഉള്ള ഒരു എഴുത്തുകാരൻ്റെ പട്ടികയിൽ ചിലരെന്നെ കാണാൻ തുടങ്ങി. വിജ്ഞാന കൈരളി അങ്ങനെ ഒരു റെഫറൻസ് പ്രസിദ്ധീകരണമാണ്. അതുപോലെ തന്നെയാണ് ഗ്രന്ഥലോകം. ഗ്രന്ഥലോകത്തിന് 10,000 ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 50,000-ലേറെ പ്രതികൾ അച്ചടിച്ചു പോകുന്നു. ഗ്രന്ഥലോകത്തിൽ എഴുതുന്ന മിക്കവാറും എൻ്റെ 1-2 കവിതകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. കൂടാതെ പലരുടെയും നല്ല കൃതികളെ കുറിച്ചുള്ള എൻ്റെ പുസ്തകാഭിപ്രായവും അതിനകത്ത് വന്നിട്ടുണ്ട്. ലേഖനങ്ങളൊന്നും അതിനകത്ത് എഴുതാനുള്ള ഒരു പ്രാപ്തിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അംഗീകാരമോ അവരെനിക്ക് നൽകിയിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം കിട്ടിയിട്ടില്ല. മറിച്ച് ഈ പുസ്തക പരിചയപ്പെടുത്തലും അതുപോലെ കവിതയും ഒക്കെ ഞാൻ ഗ്രന്ഥലോകത്തിലൂടെ വന്നിട്ടുണ്ട്. ഈ 2 പ്രസിദ്ധീകരണത്തിലെയും എഴുത്ത് ഒരുപക്ഷെ മറ്റ് സാധാരണ ആനുകാലികങ്ങളിൽ വരുന്നതിനേക്കാൾ ഉപരി പണ്ഡിത ലോകം എന്ന് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഈ അക്കാഡമിഷ്യന്മാരുടെ ഇടയിൽ ഒരു എഴുത്തുകാരനെ അംഗീകരിക്കാൻ ഇത് ഇടവരുത്തിയിട്ടുണ്ട്. ഈ വിജ്ഞാന കൈരളി എഴുതുന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പലരും എന്നെ അറിയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഡോക്ടറേറ്റുള്ള പലരുടെയും ഇടയിൽ എൻ്റെയും ലേഖനങ്ങൾ വിജ്ഞാന കൈരളിയിൽ വന്നത് പിന്നെ അത് ഒരു ആക്ഷേപത്തിലൂടെ വന്നിട്ടുണ്ടോ, അത് പിന്നീട് ഞാൻ പറയാം. അത് ചോദ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പഴഞ്ചൊൽ കവിതകളെ കുറിച്ച് ഉള്ള ഒരു സാറിന്റെ അഭിപ്രായം? അത് ഒരുപാട് വിറ്റുപോയ കവിതയാണ്. എഴുതിയതിൽ സത്യമായി പ്രതിഫലം കിട്ടിയതും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരിൽ നിന്നാണ്. കറക്റ്റായിട്ട് ആദ്യത്തെ പതിപ്പിറക്കിയപ്പോൾ കിട്ടിയ തുക കൂടാതെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറക്കുന്നതിന് മുമ്പായി അഡ്വാൻസായി തുക തരുന്ന ഒരു നല്ല ശീലം ഏതായാലും സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിഫലം കിട്ടിയ ആദ്യത്തെ സ്ഥാപനം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. പഴഞ്ചൊൽ കവിതകൾ അത് വളരെ കുട്ടികൾക്ക് പ്രയോജനപ്രദമാണ്. കാരണം ഒറ്റപ്പെട്ട പഴഞ്ചൊൽ കവിതകൾ പല കവികളും എഴുതിയിട്ടുണ്ട്. ഗിരീഷ് പുലിയൂരിനെ പോലെയുള്ള കവികളൊക്കെ പഴഞ്ചൊൽ കവിതകൾ ഒറ്റപ്പെട്ട കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ പഴഞ്ചൊൽ കവിതകളുടെ ഒരു ക്രോഡീകരണം നടത്തി പഴഞ്ചൊൽ കവിതകൾ എന്നുള്ള പേരിൽ മനോഹരമായ ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചിരുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ പുസ്തകത്തിന് ധാരാളം പ്രതികൾ വിറ്റുപോയി. 2ാമത്തെ പതിപ്പ് തീരാറായെന്നാണ് വടിയറ ശ്രീധരൻ സാറിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് പ്രതിഫലം തന്ന ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ ഈ കാര്യത്തിൽ ഈ അനുഭവത്തിൽ സ്മരിക്കുക. സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടൻ പ്രതികരിക്കുക എന്നുള്ള കവികളുടെ ബാധ്യതയാണോ? സാറിന്റെ അഭിപ്രായം വ്യക്തിപരമായ
സമൂഹത്തിലെ വിഷയങ്ങളോട് നമുക്ക് പ്രതികരിക്കാം. പക്ഷേ ഉടനടി കവിത എഴുതുക എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് പ്രക്രിയയാണ്. അതുകൊണ്ട് ആത്മാവ് അവിടെ സമർപ്പിക്കപ്പെടുന്നില്ല. എഴുത്ത് അത് അത്രത്തോളം വേദനാജനകമാകുമ്പോഴാണ് അതിനകത്തൊരു ജീവനുണ്ടാകുന്നത്, ആത്മാവുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഉടനെ തന്നെ ഇപ്പോൾ ഈ ചൂരൽമലയിലോ അവിടെയൊക്കെ സംഭവിച്ച പ്രകൃതി ദുരന്തത്തിന് നമുക്ക് അതൊരു പ്രസ്താവമായി മാത്രമേ വരുന്നുള്ളൂ. അതിൽ കവിതയുടെ ആത്മാവ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ, അതല്ലാതെ മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടം സ്വന്തം നഷ്ടമായി നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ, അതാണ് നമുക്ക് ഈ കവിതകളോട് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഉടനടി പ്രക്രിയ പോലെ, ഉടന്തടി ചാട്ടം പോലെ അങ്ങനെയുള്ള ഒരു കവിതയുടെ രചനാ സമ്പ്രദായത്തോടെ എനിക്ക് യോജിപ്പിക്കാം. സാർ, ഇപ്പോഴീ മാറുന്ന കാലത്തിൽ കവിതയും മാറണമെന്നുണ്ടോ? മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മാറുന്ന കാലത്തിൽ കെട്ട കവിത, അല്ലെങ്കിൽ കെട്ട സാഹിത്യം എന്ന് പറയുന്നത് പോലെ കാലഘട്ടത്തിൻ്റെ മാറ്റം എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പാട്ടുവൃത്തങ്ങളിൽ നിന്നും കവിത മോചിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പാട്ടുവൃത്തങ്ങളുടെ സ്വഭാവമായി മാറി. വൈയക്തികമായ വിഷയങ്ങൾ, അത് സ്വന്തം ഉപഭോഗ വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു വർണ്ണന പോലെ കവിത എഴുതുന്ന കവിതകൾ, അങ്ങനെയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. നോവലുകളതാണ്. ഈ ജീവിതഗന്ധിയായ മണ്ണിൻ്റെ മണമുള്ള രചനകൾ നഷ്ടപ്പെടുമ്പോൾ എഴുത്തുകാരൻ എന്ത് ചെയ്യും? അവൻ ചരിത്രത്തിന് ഇടം പിടിക്കും. ചരിത്രവും ഭാവനയും കൂടെ ചേർന്നുള്ള നോവൽ രചനകൾ തുടങ്ങും. പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതും. ഇപ്പം ആശാനെക്കുറിച്ച് എഴുതുന്ന നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില വിവേകാനന്ദനെ കുറിച്ചുള്ള നോവലുണ്ടായിട്ടുണ്ട്. നാരായണ ഗുരുവിനെ കുറിച്ചുള്ള നോവലുണ്ടായിട്ടുണ്ട്. അപ്പം ഈ നോവലിൽ അവരുടെ ജീവിതവും ഭാവനയും ഒരു കാൽപ്പനികത്വവും കുറയുമ്പോഴാണ് അത് മെച്ചപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ രചനയിൽ നമ്മളെന്താണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് രചനാ സ്വഭാവം മാറി വരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അന്നത്തെ കവിതയല്ല, മാറ്റമാണത്. അന്നത്തെ കവിതയല്ല ഇന്നത്തെ കവിത. അന്നത്തെ നാടകമല്ല ഇന്നത്തെ നാടകം. അന്നത്തെ സിനിമാ ഗാനമല്ല ഇന്നത്തെ സിനിമാ ഗാനം. ഇന്ന താളത്തിൽ അധിഷ്ഠിതമായ സിനിമാ ഗാനങ്ങളാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആ താളം മാത്രം മതി. സംഗീതത്തിൻ്റെ ഒരു മായാവലയത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. പണ്ടങ്ങനെയല്ല, ലിറിക്സിന് പ്രാധാന്യം. വരികൾ എഴുതുമ്പോൾ ആ വരികൾക്കുള്ള ആ സാന്ദർഭികമായ ഈ ഇഴുകിച്ചേരലുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ സർഗപരമായ കഴിവും അതിനുള്ള ആസ്വാദ്യതയും വർദ്ധിപ്പിക്കുന്നതെന്നാണ്. പിന്നെ സാർ, ഈ പുതുതായി രംഗത്ത് വരുന്ന കവികൾ തൻ്റെ സൃഷ്ടികളെക്കാൾ കൂടുതലായി വ്യക്തിപ്രഭാവത്തിലാണ് വെളുത്തു കാട്ടുന്നത്. ഇതേക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എൻ്റെ അനുഭവം ഞാൻ എഴുതുമ്പോൾ അത് നിങ്ങളുടെ അനുഭവമായി മാറാത്തിടത്തോളം കാലം അതിനകത്ത് സാഹിത്യം ഉണ്ടാവുന്നില്ല. ഞാൻ 2 ചെരുപ്പ് വാങ്ങി. ആ ചെരുപ്പ് അതിൻ്റെ വള്ളിച്ചെരുപ്പായിരുന്നു. അതിൻ്റെ ഒരു വള്ളി പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ധ്വന്യാത്മകമായി വേറൊന്നായി മാറണം. വീണഭൂവിനെ കുറിച്ച് കവിത എഴുതുമ്പോൾ അത് ജീവനുള്ള വസ്തുവിനെ കുറിച്ചുള്ള കവിതയാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയെക്കുറിച്ചുള്ള കവിതയാണെന്ന് പിന്നെ മനനം ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുന്നത് പോലെയാണ് നമ്മൾ വ്യക്തിപരമായി എഴുതുന്നത്. വൈയക്തികമായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് അക്കിത്തം എഴുതുമ്പോഴും ഉളപ്പവണ്ണ എഴുതുമ്പോഴും ആ നമ്പൂരിസം അതിനകത്ത് വരുന്നുണ്ട്. അവരുടെ മനയുടെ കഥകൾ വരുന്നുണ്ട്. ആനയെ വളർത്തുന്ന അല്ലെങ്കിൽ ആനയെ കൊണ്ട് കടി പിടിപ്പിക്കുന്ന ഉളപ്പമെണ്ണ ധാരാളം ആനക്കവിതകൾ എഴുതിയിട്ടില്ലേ? അപ്പം അതുകൊണ്ട് വൈയക്തികമായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അത് മറ്റുള്ളവരുടേതും കൂടെ ആയി മാറുമ്പോഴാണ് അത് ജീവനുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആസ്വാദ്യതയാകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ കാണുന്നുണ്ടായിട്ടുണ്ടോ? തിക്താനുഭവങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ വിമർശനങ്ങൾ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ സാഹിത്യ ചോരണങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ആരുടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ലേഖനം എഴുതുമ്പോൾ ഉണ്ടാവാം, അതല്ലാതെ തന്നെ ഒരു ജീവചരിത്രം എഴുതുമ്പോഴുണ്ടാവാം. പലരും പറയുന്ന കാര്യങ്ങൾ അതേപടി പകർത്തി വെച്ച് എഴുതുന്ന ഒരു സ്വഭാവം. മറ്റതങ്ങനെയല്ല. അപ്പടി സാഹിത്യം വേറൊരാളുടെ സാഹിത്യത്തിനെ സ്വന്തം ഭാഷയിലാക്കി മാറ്റിയിരുന്ന സാഹിത്യ ചോരണമാണ്. ആ സാഹിത്യ ചോരണത്തിലാണ് നമ്മുടെ സാഹിത്യത്തിന് ഈ പറയുന്ന മൂല്യശോഷണം സംഭവിക്കുന്നത്. എല്ലാവരും കവികളാകുമ്പോൾ, എല്ലാവരും കഥാകൃത്തുക്കളാകുമ്പോൾ, എല്ലാവരും നാടകകൃത്തുക്കളാകുമ്പോൾ നല്ലത് ഏതാണെന്ന് സമൂഹം തിരിച്ചറിയാനുള്ള
ഒരു വൈമുഖ്യം ഉണ്ടാകുന്നു. കാരണം ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കുക പ്രയാസമാണ്. ഈ പഴയകാല കവിതയും ആധുനിക കവിതയും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ, ആ ഒരു വ്യത്യാസത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാം. പഴയകാല കവിതകൾ നമ്മൾ നേരത്തെ നേരത്തെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയകാല കവിതകൾക്കെല്ലാം തന്നെ ഈ പുരാണ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അന്ന് തിരഞ്ഞെടുക്കുന്നത്. ഭാവകവിതകളിൽ ആ പുരാണ സംബന്ധിയായ വിഷയങ്ങൾ ഒഴിവാക്കാം. ഇപ്പം ബന്ധനസ്ഥനായ അനിരുദ്ധൻ എഴുതുമ്പോൾ വള്ളത്തോൾ സ്വീകരിച്ച പ്രമേയം അതാണ്. അച്ഛനും ശിഷ്യനും മകനും എഴുതുമ്പോൾ സ്വീകരിക്കുന്ന പ്രമേയം പുരാണമാണ്. ഇങ്ങനെ പുരാണ സംബന്ധമായ കാര്യങ്ങൾക്ക് കുറച്ച് ജ്ഞാനം വായനക്കാരെ സൃഷ്ടിക്കാൻ കഴിയും. ഈ പുരാണങ്ങളുടെ പുനരാഖ്യാനമാണ് ഒരുപക്ഷെ അന്നത്തെ സാഹിത്യം. ഈ പുരാണങ്ങളുമായി പഴയതുമായി ബന്ധമില്ലാത്ത പുതിയ കാല സാഹിത്യത്തിന് ഈ പറയുന്ന ഈ ജീവിത പശ്ചാത്തലവുമില്ല. സൈബർ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ ഒരു എഴുത്തായി ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ ഒരു മേഖലയിൽ നമ്മുടെ ചാറ്റിങ് പോലെ, അല്ലാതെ അത് എങ്ങനെയാണ് ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആഴത്തിലുള്ള ഒരു വേരോട്ടം പുതിയ സാഹിത്യത്തിന് ഉണ്ടോ എന്നുള്ളത് ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. ഈ ഇന്നത്തെ തലമുറയിലെ കവികളെ പറ്റിയുള്ള ഒരു അഭിപ്രായം, പുതുതായിട്ട് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം പേര് കവികളാണ്. ഇപ്പം എല്ലാവരും കവികളാണ്. അതാണ് പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാതെ എഴുതിയത് ശരിയാണോ എന്ന അവലോകനം ചെയ്യാതെ നിങ്ങൾക്ക് ഈ സൈബർ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ കവിതയെ പോസ്റ്റ് ചെയ്യാൻ കഴിയും. പല മീഡിയ ഇന്നുള്ളതുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന തെറ്റ് പോലും നിങ്ങൾ തിരിച്ചറിയപ്പെടുത്തില്ല. നേരെ മറിച്ച് ഒരു കൃതിയായി പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മളുടെ പരിമിതികൾ നമ്മൾ തിരിച്ചറിയുകയും എഴുത്തിൻ്റെ വ്യാപ്തി നമ്മൾ കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എഴുത്തിങ്ങനെയൊക്കെ കൂടുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ നക്ഷത്ര സമൂഹത്തിൽ നിന്നും ഒരു ആതിരാ നക്ഷത്രത്തിനെ തിരിഞ്ഞു വിളിക്കുന്നതിനുള്ള വൈഷമ്യമാണ് നല്ല കൃതികൾ. ഒരുപാട് ആളുകൾ ഇങ്ങനെ കവിത എഴുതുമ്പോൾ ഇതിനകത്ത് ഏതാണ് നല്ല കവിത എന്ന് തിരിച്ചറിയാൻ പാടാണ്. ഒരുപാട് പേര് കഥ എഴുതുമ്പോൾ നല്ല കഥ തിരഞ്ഞെടുക്കാനുള്ള പാടാണ്. പക്ഷെ ആരെങ്കിലും 10 പേര് പറയുന്ന ഒരു സമ്പ്രദായം മുമ്പിലുണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ മർമറിങ്ങിലൂടെ ഇന്നാരുടെ ആ കഥ വായിച്ചോ, നല്ല കഥയായിരുന്നു, ബിരിയാണി വായിച്ചോ, അത് നല്ല കഥയായിരുന്നു എന്ന് പറയുമ്പോൾ ബിരിയാണിയെ നമ്മൾ കണ്ടെത്തി അതെടുത്ത് വായിക്കാനുള്ള ഒരു താല്പര്യം വായനക്കാരുണ്ടാവും. ഇന്ന് അതില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറ്റും, വിവർത്തനത്തെ കുറിച്ചാണ്. അതായത് വിവർത്തനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് ഏത് ഭാഷയിൽ നിന്നാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്? തമിഴോ? അത് ഒരു മുഖ്യ ഞാൻ ഒരു നിമിത്തമാണ് ഈ സാഹിത്യ സൃഷ്ടികളുടെ എല്ലാം പിന്നിൽ. ഇത് ചെയ്തു പോയതാണ്. ഇത് എനിക്ക് പരിചയമുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ, പെട്ടെന്ന് മറന്നുപോയി, പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം ഈ രാമായണത്തിലെ കമ്പാരിഷൻ സ്റ്റഡി നടത്തുന്ന ആളാണ്. ധാരാളം ഈ ജോലി സംബന്ധമായൊക്കെ അവിടെയൊക്കെ ഇരുന്ന ആളാണ്. പിന്നീട് വന്നിട്ട് ഈ കമ്പ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഞാനും അദ്ദേഹവുമായി പരിചയപ്പെടാനിടയായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കമ്പറുടെ കൃഷി കവിതകൾ 70 ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിനെ ഒന്ന് പരിഭാഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതെന്തായി തരികയും ഞാൻ കൊണ്ടുവന്ന് ഒരു 35 കവിതകൾ വരെ എൻ്റെ സ്വതന്ത്ര അനുവാദം പോലെ ഭാഷ തമിഴ് എനിക്കറിയാം, തമിഴ് വായിക്കാനും അറിയാം. പക്ഷെ പ്രാചീന തമിഴ് മനസ്സിലാക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അതിന് എന്നെ സഹായിച്ചത് പി രവികുമാർ എന്ന് പേരെടുത്ത കലാകൗമുദിയുടെ ലിറ്റററി എഡിറ്ററായിരുന്ന ഒരു കവി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി ഭർത്താവ് ഒരു പലവേശൻ ഉണ്ടായിരുന്നു. പലവേശൻ സാറ് തിരുമലക്കാരനാണ്. അദ്ദേഹം ഇങ്ങനെ ഇതിൻ്റെ നേരെയുള്ള ഈ പദങ്ങളുടെ അർത്ഥം, പ്രാചീന തമിഴിൻ്റെ അർത്ഥങ്ങൾ തന്ന ഒരു കൃതി എനിക്ക് തരുന്നുണ്ടായി. അത് ഞാൻ സ്വായത്തമാക്കുകയും അങ്ങനെ സ്വതന്ത്ര അനുവാദത്തോടു കൂടി ഞാനത് 70 ശ്ലോകങ്ങളും കലപ്പയും കർഷകനും എന്നുള്ള പേരിൽ കമ്പർ ഇങ്ങനെ ഭക്തി സാഹിത്യം എഴുതുന്ന ഒരാളാണെന്നുള്ള ധാരണയാണ് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാരനെ അറിഞ്ഞിരുന്നത്. അതിലുപരി തമിഴ്നാട്ടിൽ ഇന്നും കൃഷിയുള്ളത് ഈ കമ്പരുടെ ഈ കൃഷി ശ്ലോകങ്ങളാണ്. അതിൽ പറയുന്നത് വൈറ്റ് കോളേഴ്സിനല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്, മറിച്ച് പാടത്ത് ഉഴുന്ന അല്ലെങ്കിൽ വിളയ്ക്കുന്ന കൊയ്യുന്ന കർഷകനെയാണ്. ഈ ചേറിൽ പണിയെടുക്കുന്നവനാണ് നമുക്ക് ചോറ് തരുന്നത് എന്നുള്ള ഒരു ആപ്ത വാക്യം സന്ദേശം ആ കമ്പറുടെ 70 ശ്ലോകത്തിലുണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുമല എന്ന ഗ്രാമത്തെ കുറിച്ച് 2 വാക്ക്. തിരുമല ഒരു ഗ്രാമമല്ലേ? അന്ന് തിരുമല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു വാർഡാണ്. അത്
KS കൃഷ്ണൻ എന്നുള്ള ഒരു നാടകത്ത് തന്നെ അതിൽ എൻ്റെ സ്ഥലത്തെ പറ്റി ഒരു നാടകം എഴുതി, എൻ്റെ ട്രിവാൻഡ്രം സിറ്റി. ആ പാലത്തിന് അപ്പുറത്ത് വിളപ്പിൽ പഞ്ചായത്തും വിളപുറപ്പിൽ പഞ്ചായത്തും ഇപ്പുറത്ത് തിരുമല വാർഡുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ തിരുമല എന്നുള്ള സ്ഥലം സ്വീകരിച്ചത്. അവിടെ എല്ലാ താമസമായിട്ടുണ്ട്. പക്ഷേ ആ തിരുമലയ്ക്ക് ശേഷം പിന്നെ വേറൊരു വാർഡ് വന്നു, വലിയവിള. വലിയവിള ഇപ്പോഴും വാർഡാണ്. ഇന്ന് വലിയവിളക്കാരനായ ഞാൻ എങ്ങനെ തിരുമല സ്വീകരിച്ചു എന്നുള്ള ചോദ്യമൊക്കെ വരാറുണ്ട്. തിരുമലയിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടെന്ന് ഒരു പക്ഷേ ഞാനവിടെ എൻ്റെ യൗവനം കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴേക്ക് മാത്രമേ അവിടെ പോകാറുള്ളൂ. നല്ല സുന്ദരമായ ഒരു പട്ടണ പ്രദേശമാണ്. അതിനൊരു ഗ്രാമീണ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അരയില്ലൂർ വയലും അതുപോലുള്ള അങ്ങനെ നെടുനീളൻ ഒരു പാടശേഖരം ഉണ്ടായിരുന്ന ആ സ്ഥലമൊക്കെ നികഴ്ത്തി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നഗരപ്രദേശമെന്ന് മാത്രമേ പറയാൻ. ഒരു ധാരാളം ആൾക്കാർ, ഞാൻ മാതൃകയാക്കിയ KV-യെക്കുറിച്ച് തിരുമല ചന്ദ്രൻ തുടങ്ങിയ എഴുത്തുകാർ, ഇപ്പം ധാരാളം എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്നേഹിതൻ ബിനു കൽപ്പകശ്ശേരി എന്നുള്ള കവിയും അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ സ്ഥലത്താണ് ചുണക്കര രാമൻകുട്ടി താമസിക്കുന്നത് അവിടെയായിരുന്നു. പൂവച്ചൽ കാതർ വന്ന് താമസിച്ചതും ഈ പറയുന്ന എൻ്റെ പ്രദേശത്ത് വലിയവിളയിലായിരുന്നു. ഒത്തിരി ആളുകൾ, നമ്മുടെ മുക്കൂട് ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ നോവലിസ്റ്റായ GS പിള്ള തുടങ്ങിയ അവരെയൊക്കെ പരാമർശിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. നമ്മുടെ അഭിമുഖം നീണ്ടുപോകും. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രംഗപ്രവേശം ചെയ്ത 2 പ്രേമന്മാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇക്കാലത്ത് ഹാസ്യ റോഡുകളെടുത്ത് പ്രഗത്ഭനായ കൊച്ചുപ്രേമൻ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രതിഭയാണ്, അതിന് സംശയമില്ല. നാടകത്തിലൂടെ വളർന്നു വന്ന ഒരു കൊച്ചുപ്രേമൻ എൻ്റെ ഒരു സുഹൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിന് വേണ്ടി ഞാൻ പാട്ടെഴുതി കൊടുത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് പലർക്കും ഒരു അറിവില്ലാത്ത കാര്യമാണ്, പറഞ്ഞാൽ മാത്രമേ അറിയാവൂ. അങ്ങനെ ഉള്ള ഒരു വിപുലമായ സാഹിത്യകാരന്മാരുടെ ഒരു ആവാസ കേന്ദ്രമായി, പ്രവാസ കേന്ദ്രമായി ആണെന്ന് തിരുമല. ഇത്രയും നേരം ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം നന്ദി. ഇടക്കെട്ടല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കലയും സാഹിത്യവും. കലയും സാഹിത്യമില്ലാത്ത ലോകത്താണ് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഈ അക്രമങ്ങളെ ചെറുക്കുവാൻ നല്ല മനസ്സിൻ്റെ ഉടമകളായ എഴുത്തുകാർക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് കടയ്ക്കാവൂർ പ്രേമേന്ദ്രൻ നായരുമായി ഇത്രയും സമയം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ബിനു കൽപ്പകശ്ശേരിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും ഒരു സാമീപ്യം എന്നെ ഇത്രയൊക്കെ പറയാനിടയാക്കി എന്നുള്ളതാണ് എനിക്കുള്ള സന്തോഷം. എല്ലാ കാഴ്ചക്കാർക്കും എൻ്റെ അഭിവാദനങ്ങൾ.